ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ നല്ല സ്പൈസി ആയിട്ടും ക്രിസ്പി ആയിട്ടും ഇരിക്കുന്ന നല്ല ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗറാണ്. നല്ല ഒരു ടേസ്റ്റാണ് ഈ സ്നാക്സ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതിയാകും. ആദ്യം നമ്മുടെ പൊട്ടറ്റോയെ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അധികം കട്ട ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ആദ്യം വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള മാക്സിമം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് സവാളയൊക്കെ വലുതാവുകയാണെങ്കിൽ നമ്മളത് റോൾ ചെയ്യുമ്പോൾ അത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ചെറിയ രീതിയിൽ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും കറിവേപ്പില ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്തിരിക്കുന്നത്. ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാട്ട് മസാല ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അതാണ് ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ച മുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിയൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊട്ടറ്റോ നല്ല വൃത്തിയൊന്ന് ഉടച്ചെടുക്കുക. അതിൽ കട്ടയൊന്നും ഇല്ലാതെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചെടുക്കണം. പിന്നെ ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി അരിപ്പൊടി നല്ലോണം നല്ല ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ കുറേശ്ശെ നമുക്ക് കയ്യിലൊന്ന് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിതിപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്, കുറച്ച് നീളത്തിന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷേപ്പ് വേണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കാം. നമ്മുടെ ഈ ചാട്ട് മസാലയൊക്കെ ചേർത്ത നമ്മുടെ ഈ കൂട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് 2 കവറിങ്ങൊക്കെ വന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. ഞാൻ ഇത്ര നീളത്തിന് ഇത്ര കട്ടിക്ക് ഈ ഒരു പരുവത്തിനാണ് ആക്കിയെടുത്തത്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് പിന്നെ ചെറിയ രീതിയിലുള്ള സവാള ഇതൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ എണ്ണയിൽ കിടന്ന് വേഗം മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഇത് വെന്ത സാധനവും കൂടെയാണ്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഇത് തയ്യാറാക്കി ഇത് കഴിക്കുമ്പോൾ. ചൂടോടുകൂടി നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുക, നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂഡിൽസാണ്. ഞാൻ ഇതുപോലത്തെ 1 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഈ പാക്കറ്റിൽ നമ്മുടെ ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസമുള്ള ഒരു പൊടിയുണ്ടല്ലോ, അത് ഞാനൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം മൈദ മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. കളറിനും ഒരു ചെറിയൊരു എരിവിനും വേണ്ടിയാണ് കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂണിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 5 ടേബിൾ സ്പൂൺ മൈദയും നമ്മുടെ നൂഡിൽസിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ചെറിയ രീതിയിൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന്
കവർ ചെയ്ത് വരണം. പിന്നെ നൂഡിൽസിലോട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ആ അളവിന് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ ഈ മാവിൻ്റെ ഈ കൂട്ടിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത്, ഇതിപ്പോൾ ഇത്രയും കട്ടിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കട്ടി നല്ല ഒരു മാവ്, ആ എരിവുള്ള ആ ഒരു കൂട്ട് ഇതിലോട്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കട്ടിക്ക് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് മാവിൻ്റെ കോട്ടിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ നൂഡിൽസിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നൂഡിൽസ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് കവറിങ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. നൂഡിൽസ് ഞാനിത് പൊടിക്കാനെടുത്തത് ഒരു പീസാണ്. എനിക്ക് ഏതാണ്ട് ഒരു 3 പീസോളം ആയിട്ടുണ്ട് ഇത് മൊത്തം കവറിങ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നിറച്ചും ഇത് വെച്ച് നല്ല മുരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നൂഡിൽസ് മാക്സിമം ഇതിലോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്യില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഒന്ന് ചെറിയ രീതിയിൽ നമ്മുടെ ഈ നൂഡിൽസൊക്കെ ഇതിലൊന്ന് കോട്ടിങ് ആയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതിനെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണെങ്കിൽ അത് ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എണ്ണ നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗർ തയ്യാറാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും 2 വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തത് കൊണ്ട് ഇത് ഇളകിയൊന്നും പോകില്ല. നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. നമ്മുടെ അകത്ത ആ കോട്ടിങ്ങൊക്കെ നല്ല ഒരു ചൂടായി നല്ല ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നൂഡിൽസ് ആയിട്ട് വേഗം മുരിഞ്ഞ് കിട്ടാൻ സാധ്യതയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. വേഗം തന്നെ ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വേഗം തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അകത്തുള്ള കൂട്ടാണെങ്കിലോ നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ആ മാവും പിന്നെ നമ്മുടെ പൊട്ടറ്റോയും മസാലയൊക്കെ ചേർത്ത ആ കൂട്ടാണെങ്കിലും നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏതാണ്ട് 3 മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അടുത്തതും ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. നമുക്ക് നല്ല ചൂട് ചായയോട് കൂടി വൈകുന്നേരം കഴിക്കാനും കുട്ടികൾക്ക് സ്നാക്സായിട്ട് കഴിക്കാനും അവർക്ക് കൊടുക്കുമ്പോൾ ചെറിയ എരിവിൻ്റെ ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പച്ചമുളകും കുരുമുളകും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ദാണ്ടെ ഒരെണ്ണം ഒന്ന് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ സോസ് കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.